കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. പ്രവർത്തനം ആരംഭിച്ച് 6 മാസത്തിനുള്ളിൽ അഞ്ചലിന്റെ സാമൂഹിക സേവന ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായി മാറിയ അഞ്ചൽ എംപയർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഭാരത് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. അലേമൺ കുറവന്തേരി കുമാരനാശാൻ സ്മാരക ലൈബ്രറി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് എംപയർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബി ഷാജഹാന്റെ അധ്യക്ഷതയിൽ ലയൺ ഡിസ്ട്രിക്ട് ഡിവിഷൻ സെക്രട്ടറി എൽ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ആർക്കും അറിയാത്ത കണ്ണിൻ്റെ കാഴ്ച എന്തെന്ന്, കണ്ണിൻ്റെ കാഴ്ച ഇല്ലാത്തവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. അതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കി ലയൺസ് ഇൻ്റർനാഷണൽ ഏറ്റെടുത്ത ഈ ദൗത്യം അവയർനെസ്സിന് വേണ്ടിയും ഒപ്പം തിമിര ശസ്ത്രക്രിയയ്ക്കും വേണ്ടിയാണ് പ്രസ്ഥാനം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി വരുന്നത്. നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ സംബന്ധിച്ച് ഹരിപ്പാട് മുതൽ പാറശാല വരെ ഇന്നാവുമ്പോൾ 210ഓളം ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുകയും ഏകദേശം 1000-ലധികം ആളുകളെ കാറ്ററാക്ട് സർജറി വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം വളരെ അനുസ്യൂതം. ഏകദേശം 15 ഹോസ്പിറ്റലുകളുമായിട്ടാണ് നമ്മൾ ഈ വർഷം അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഈ വർഷം മാർച്ച് 8 മുതൽ നമ്മുടെ വേൾഡ് സൈറ്റ് ഗ്ലൂക്കോമ ഡേ ആയി ആചരിക്കുകയാണ് ഒരാഴ്ച. അപ്പോൾ അതും ലയൺസ് ഇൻ്റർനാഷണൽ ചെയ്യുന്നുണ്ട്. കാരണം കൂടുതൽ ഇത്തരം ഡേയ്സും വീക്സും ആചരിക്കുമ്പോൾ മാത്രമാണ് ഈ അവയർനെസ് ജനങ്ങളിലേക്ക് എത്തുന്നതും കണ്ണിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും ഇത്തരം ക്യാമ്പുകളിലൂടെയൊക്കെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് വരികയും ചെയ്യുകയുള്ളൂ. അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ആനന്ദ, ലയൺസ് ക്ലബ്ബ് സോൺ ചെയർപേഴ്സൺ ഡോക്ടർ പി പുഷ്പലത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ പൊയ്കവിള, ഗീത അനിൽ, എംപയർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി പി എം പ്രസാദ്, ട്രഷറർ ജോബിൻ ഡി സാമുവേൽ, രാജശേഖരൻ പിള്ള, എ സൈഫുദ്ദീൻ, അഡ്വക്കേറ്റ് ജോൺ മത്തായി, അഡ്വക്കേറ്റ് എസ് പി ആരോമൽ, ഡോക്ടർ ജയകൃഷ്ണൻ, ഡാനിയേൽ കനകക്കുന്ന് എന്നിവർ പ്രസംഗിച്ചു. ജനറൽ മെഡിക്കൽ വിഭാഗത്തിൽ ഡോക്ടർ ആനന്ദസ് പിള്ളയുടെയും നേത്ര പരിശോധനയ്ക്ക് ഡോക്ടർ മധുവിന്റെയും നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നേതൃത്വം നൽകി. 2 മണിവരെ നീണ്ട മെഡിക്കൽ ക്യാമ്പിൽ 100ഓളം പേർ ചികിത്സ തേടി. നാട്ടുവാർത്ത, അഞ്ചൽ.